മൂന്നാമതൊരു വ്യക്തിയെ അതിനായിട്ട് നമ്മൾ നിയോഗിക്കുക. ഒരുപക്ഷെ മറ്റൊരു വൈദികനാകാം, ഇടവക വികാരിയച്ഛനാകാം, അതല്ലെങ്കിൽ സമൂഹത്തിൽ സമുന്നതനായ മറ്റാരെങ്കിലും ആകാം, അല്ലെങ്കിൽ ഒരു 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 പാർഷ്യലായിട്ട് തീരുമാനങ്ങൾ എടുക്കാത്ത മറ്റാരെങ്കിലും വ്യക്തികളെ നിയോഗിക്കുക. എന്നിട്ട് സംസാരിക്കാൻ, അവരുടെ വിഷയങ്ങൾ സംസാരിക്കാനും അവർക്ക് വേണ്ട ആത്മീയ ഉപദേശങ്ങൾ, ഒരു ഭൗതിക ഉപദേശങ്ങൾ മാത്രം കൊടുക്കുന്നവരത്തേക്ക് വിടരുത്. അവരെ ആത്മീയ ഉപദേശത്തിലേക്ക് കൈപിടിച്ച് നടത്താൻ പറ്റുന്ന ആരിലേക്കെങ്കിലും നിങ്ങൾ നയിക്കുക. ദാറ്റ്സ് ഓക്കെ. പക്ഷെ നമ്മൾ ഇതിനകത്ത് ഇടപെട്ട് കഴിഞ്ഞാൽ വേറൊരു പ്രശ്നം എന്ന് പറയുന്നത് നമ്മളിത് വളരെ പാർഷ്യലായിട്ട് നമുക്ക് സ്വതന്ത്രമായിട്ട് ഒരു തീരുമാനം എടുക്കാൻ പറ്റണമെന്നില്ല. അതുകൊണ്ടാണ് വചനത്തിൽ വളരെ കൃത്യമായിട്ട് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം വായിക്കുമ്പോൾ 1 മുതലുള്ള വചനങ്ങൾ വായിക്കുമ്പോൾ അവിടെ കാണുകയാണ്, ശിഷ്യന്മാര് വല ഉപേക്ഷിച്ച് യേശുവിന്റെ പിന്നാലെ പോയി. ശിഷ്യന്മാർ അപ്പനെ ഉപേക്ഷിച്ചിട്ട് കർത്താവിന്റെ പിന്നാലെ പോയി. ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട്, അപ്പനെ അമ്മയെ ഉപേക്ഷിച്ചിട്ട് കർത്താവിനെ അനുഗമിച്ചു. എന്തിനാ? മീൻ പിടിച്ചുകൊണ്ടിരുന്നിടത്ത് മനുഷ്യരെ പിടിക്കുന്നവരായിട്ട് കർത്താവ് മാറ്റി. അപ്പൊ നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ തന്നെ ചെയ്താലാണെങ്കിൽ